ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറിയാണ് കാണിക്കുന്നത്. അതിനായി നമുക്ക് ഒരു പാനോ ഒരു ചട്ടിയോ അടുപ്പത്ത് വയ്ക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം അതിലോട്ട് ഉലുവയിട്ട് പൊട്ടിക്കുക. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി അതിൽ ചേർക്കുക. ഉള്ളി വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും തൊലിച്ചെടുക്കാം. 2 തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. മീൻ കറി ഉണ്ടാക്കുന്നതിനായി 2-3 പീസ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം 2 പച്ചമുളകും കൂടി ചേർക്കുക. ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ പിന്നീടാണ് ചേർത്തത്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 തക്കാളിയും കൂടി അരച്ചെടുത്ത പേസ്റ്റ് ഇതിലോട്ട് ചേർക്കുക. ഇനി അതിലോട്ട് 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു. ഫിഷ് മസാല കയ്യിലുണ്ടെങ്കിൽ 1 സ്പൂണും കൂടി ചേർക്കുക. ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർക്കാം. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്ന കുടംപുളിയും കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നു. ഒരു വലിയ തേങ്ങയുടെ അരമുറി ആണ് നമ്മളിവിടെ തേങ്ങാപ്പാലിനായി എടുത്തിരിക്കുന്നത്. ചെറിയ തേങ്ങയാണെങ്കിൽ നിങ്ങൾ 1 തേങ്ങ എടുക്കുക. ഞാൻ ഇപ്പോഴാണ് പച്ചമുളക് ചേർത്തത്. മീൻ കറിക്കായി 1-ാം പാലും 2-ാം പാലും മാറ്റി വയ്ക്കുക. നമ്മൾ ആദ്യം 2-ാം പാലാണ് ചേർക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് നെയ്മീൻ ചേർക്കുന്നു. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് വറുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക. അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലോട്ട് 2-3 ചെറിയ ഉള്ളിയും മുളകും കൂടി ചേർക്കുക. മീൻ കറി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച ശേഷം ചെറുതായി ചൂടാവുക മാത്രമേ ചെയ്യാവൂ, തിളപ്പിക്കരുത്. ഈ കടു വറുക്കുന്നതിലോട്ട് അല്പം മുളക് പൊടിയും കൂടി ചേർക്കുക. നിറം കിട്ടുന്നതിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇനി നമുക്ക് മീൻ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. സ്വാദിഷ്ടമായ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ടുക. താങ്ക് യു.